ഇന്ന് ഷൈനി ടീച്ചർ. ഐശ്വര്യ. ഐശ്വര്യ മോളെ പേര് ഐശ്വര്യ. മോളെ പേരാണ് ഐശ്വര്യ. മോളെ ടാബിലാണ് ഞാൻ കയറിയത്. ഹലോ, ആരാ മോളാ? എന്റെ മോള് ഷൈനി ടീച്ചറെ മോള്. ഷൈനി ടീച്ചർ. അത് ശരി. അങ്ങനെ 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 ശബ്ദം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിലായിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ടീച്ചറെ 9 മണി നമ്മൾ തുടങ്ങാം. സാറിന് വൈകാറില്ല. ആള് വന്നാലും ഇല്ലെങ്കിലും. മോട്ടിവേഷൻ ബുക്ക് എല്ലാരും കൊണ്ടുവന്നിട്ടില്ലേ? ബുക്ക് എടുത്തിട്ടില്ലേ? അതില് ചാപ്റ്റർ 14 ആണ്. പേജ് നമ്പർ 421. 421 പേജിലാണ് വരുന്നത്. അപ്പൊ നമ്മുടെ സിലബസ് പ്രകാരമുള്ള കുറച്ച് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് നല്ല പ്രിപ്പറേഷൻ ഒന്നും ചെയ്തിട്ടില്ല. ആദ്യം തന്നെ പറയുന്ന മോട്ടിവേഷന്റെ നേച്ചർ ആൻഡ് ഡെഫിനിഷൻ ആണ്. അപ്പോ മോട്ടിവേഷൻ നേച്ചർ ആൻഡ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാല് മോട്ടിവേഷൻ മീൻസ് എ ഡ്രൈവിംഗ് ഫോഴ്സ് വിത്തിൻ ദ ഇൻഡിവിജ്വൽ. അതാണ് അതിന്റെ ഒരു സിമ്പിൾ മീനിങ്ങിൽ വരുന്ന ഒരു ഡെഫിനിഷൻ. ദാറ്റ് മീൻസ് എ ഡ്രൈവിംഗ് ഫോഴ്സ് വിത്തിൻ ദ ഇൻഡിവിജ്വൽ. നമ്മളെ മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു എനർജി, അങ്ങനെ വേണമെങ്കിൽ അതിനെ പറയാം. അതാണ് നമുക്ക് മോട്ടിവേഷൻ. അതിനെയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. എ ഡ്രൈവിംഗ് ഫോഴ്സ് വിത്തിൻ ദ ഇൻഡിവിജ്വൽ. ഓർ ഇറ്റ് ഈസ് എ കോസേറ്റീവ് ഫോഴ്സ് ദാറ്റ് ഇമ്പൽസ് ആൻ ഇൻഡിവിജ്വൽ ടു ആക്ട്. കോസേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കാരണശക്തി. നമ്മളെ ഏത് പ്രവൃത്തി ചെയ്യാനും നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു കാരണം അല്ലെങ്കിൽ ഒരു ഫോഴ്സ് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പൊ അതിനെയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അത് ഏത് പ്രവൃത്തിയാണെങ്കിലും, അതൊരു നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു ഫോഴ്സ് നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതിനെയാണ് നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. എ ഡ്രൈവിംഗ് ഫോഴ്സ് വിത്തിൻ ദ ഇൻഡിവിജ്വൽ. പിന്നെ നേച്ചർ ആൻഡ് ഡെഫിനിഷനിൽ അതിന്റെ കുറച്ച് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഫോഴ്സ് ചിലപ്പോ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. പോസിറ്റീവ് ആണെങ്കിൽ ആ ബിഹേവിയറിനെ അപ്രോച്ച് ടൈപ്പ് എന്നാണ് പറയുക. അപ്രോച്ചബിൾ. അതിൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് പോസിറ്റീവായ ഒരു മോട്ടിവേഷൻ ആണെങ്കിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു ബിഹേവിയർ ആയിരിക്കും. അതേസമയം നെഗറ്റീവ് ആണെങ്കിൽ അതിനെ അവോയ്ഡന്റ് ടൈപ്പ് എന്ന് പറയും. 2 types of forces are there, negative and positive. If it is positive, then that behavior is known as approach type, and if it is negative, that behavior is known as avoidant type. പിന്നെ അതിനുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മളിപ്പം ഏതെങ്കിലും ഒരു പാർട്ടിക്കൊക്കെ പോകാൻ നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ എല്ലാവരും ഉണ്ടെങ്കിൽ നമുക്ക് ആ പാർട്ടിക്ക് പോയി പങ്കെടുക്കാൻ നല്ലൊരു താല്പര്യം ഉണ്ടാവും. അപ്പൊ അവിടെ ഒരു പോസിറ്റീവ് ഫോഴ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അതേസമയം നമുക്ക് ഇഷ്ടമില്ലാത്ത കുറച്ച് പേര് ആരെങ്കിലും ആ പാർട്ടിയിൽ അല്ലെങ്കിൽ ആ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ, ചിലപ്പോൾ നമ്മളെ മോശമായ രീതിയിൽ കാണുന്ന ഒരാൾ അതിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ നമുക്ക് അതിന് പോകാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോ അതൊരു നെഗറ്റീവ് ഫോഴ്സ് ആണ്. കേൾക്കുന്നില്ലേ? ഓക്കെ. അപ്പോ നമ്മൾ ഈ പറഞ്ഞെന്ന് പറഞ്ഞാൽ, ആദ്യം പറഞ്ഞത് മോട്ടിവേഷന്റെ ഒരു ചെറിയ ഡെഫിനിഷൻ ആണ്. അത് പറഞ്ഞാൽ എ ഡ്രൈവിംഗ് ഫോഴ്സ് വിത്തിൻ ദ ഇൻഡിവിജ്വൽ. നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതിനെയാണ് ശരിക്കും മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അത് നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതെങ്കിൽ അതിനെ അപ്രോച്ച് ടൈപ്പ് എന്ന് പറയും. അതേസമയം നെഗറ്റീവ് ആണെങ്കിൽ അതിനെ അവോയ്ഡന്റ് ടൈപ്പ് എന്ന് പറയും. ആ ഒരു എക്സാമ്പിൾ. പിന്നെ ഉള്ളത് അതെങ്ങനെയാണ് ഈ മോട്ടിവേഷൻ അല്ലെങ്കിൽ ആ മോട്ടീവ് എന്നുള്ള വേർഡ് വന്നത്? ദ ടേം മോട്ടീവ് ഡിറൈവ്സ് ഫ്രം ലാറ്റിൻ വേർഡ് മൂവർ, MOVERE. മൂവർ, that moves or arouses. അതാണ് ഇതിന്റെ മീനിങ്. മോട്ടീവ് വന്നത് ലാറ്റിൻ വേർഡായ മൂവർ എന്ന് പറയുന്നതിലാണ്, MOVERE. അതിന് മീനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മൂവ്സ്, മുന്നോട്ട് പോവുക, മൂവിങ്, നമ്മളെ ചലിപ്പിക്കുന്നത്. അല്ലെങ്കിൽ എറൗസസ് എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഉണർത്തുക എന്നാണ്. അതിന്റെ പോസിറ്റീവ് മീനിങ് ആണ്, ഉണർത്തുക. അപ്പോ അങ്ങനെയുള്ള ആ ഒരു വേർഡിന്റെ മീനിങ്, മൂവർ എന്നുള്ള വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത് മൂവ്സ് ഓർ എറൗസസ്. അതിൽ നിന്നാണ് മോട്ടീവ് എന്നുള്ള വേർഡ് വന്നത്.
പിന്നെ അതിന്റെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 422 422 പേജില് അതിന്റെ ഒരു ഡെഫിനിഷൻ എക്സാക്ട് കറക്റ്റ് ആയ കുറെ എക്സ്പ്ലനേഷന് ശേഷം അതിന് കറക്റ്റ് ആയ ഒരു ഡെഫിനിഷൻ പറയുന്നതെന്ന് വെച്ചാല് എ സെറ്റ് ഓഫ് വൺ ഓർ മോർ കണ്ടീഷൻസ് വിച്ച് ആക്ടിവേറ്റ് the behavior, direct the behavior towards some goal and maintain behavior until the goal is reached. അപ്പൊ നമ്മൾ ഒരു ലക്ഷ്യത്തിലെത്താൻ നമ്മെ മുന്നോട്ട് നയിക്കുന്ന ചില സ്വഭാവ ഘടകങ്ങളെയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. കൂടാതെ ലക്ഷ്യം നിറവേറ്റുന്നത് വരെ ആ സ്വഭാവം നമ്മളിൽ നിലനിൽക്കുകയും ചെയ്യും. അതാണ് ശരിക്കും മോട്ടിവേഷൻ എന്ന് പറഞ്ഞ ഒരു ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. A set of one or more conditions which activate the behavior, direct the behavior towards some goal and maintain behavior until the goal is reached. നമ്മളെ ഒരു ലക്ഷ്യത്തിൽ എത്തിക്കാൻ നമ്മെ മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ ചില സ്വഭാവ ഘടകങ്ങളെയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ ആ ഒരു ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ നമ്മളിൽ ആ സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് നമ്മളിൽ ഉണ്ടാവും. അപ്പൊ അതാണ് അതിന്റെ ഒരു ഡെഫിനിഷൻ. പിന്നെ വേറൊരു ഡെഫിനിഷനും കൂടെ ഇതിൽ പറയുന്നുണ്ട്. മോട്ടിവേഷൻ ഈസ് ആൻ ഇന്റേണൽ സ്റ്റേറ്റ് ഓഫ് ഓർഗാനിസം വിച്ച് സ്റ്റാർട്ട്സ് വിത്ത് എ ഫിസിയോളജിക്കൽ ഓർ സൈക്കോളജിക്കൽ ഫീലിംഗ് ഓഫ് വാണ്ടഡ്നെസ് that activates or drives behavior which is directed towards attainment of a goal or incentive. നമ്മളിപ്പോ പറഞ്ഞതിന്റെ തന്നെ വേറൊരു തരത്തില് അതിനെ കുറച്ചും കൂടെ മാറ്റിയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണത്. അപ്പൊ മോട്ടിവേഷൻ അല്ലെങ്കിൽ പ്രചോദനം എന്നത് ഒരു ജീവിയുടെ ആന്തരികമായ ഒരു അവസ്ഥയാണ്. ശാരീരികമോ മാനസികമോ ആയ ചില ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനാണ് നാം മോട്ടിവേറ്റഡ് ആക്കപ്പെടുന്നത്. അപ്പൊ അതാണ് വേറൊരു ഡെഫിനിഷൻ. മോട്ടിവേഷൻ ഈസ് ആൻ ഇന്റേണൽ സ്റ്റേറ്റ് ഓഫ് ഓർഗാനിസം which starts with a physiological or psychological feeling of wantedness. അപ്പൊ നമ്മൾ ശാരീരികമോ മാനസികമോ ആയ ചില ആവശ്യങ്ങള് ഓർ ലക്ഷ്യങ്ങള് നിറവേറ്റുന്നതിന് വേണ്ടി ആണ് നാം മോട്ടിവേറ്റ് ആക്കപ്പെടുന്നത്. അപ്പൊ ആ മോട്ടിവേഷൻ എന്നത് ഓരോ ജീവജാലങ്ങളിലുള്ള ആന്തരികമായ ഒരു അവസ്ഥയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് അതിന്റെ മോട്ടിവേഷന്റെ നേച്ചർ ആൻഡ് ഡെഫിനിഷൻ എന്നുള്ള ആ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. 422 പേജിലാണ് അത് ഏറ്റവും എല്ലാം കംപ്ലീറ്റ്. ഏകദേശം കുറെ ഉണ്ട്, കുറച്ചും കൂടെ ഉണ്ട്. അത് അങ്ങനെ അധികം എക്സ്പ്ലനേഷൻ വേണ്ടല്ലോ, കുറെ ഉണ്ട് അതില്, നമ്മൾ ഒരുപാടുണ്ട്. അതൊന്നും അത്രയൊന്നും വായിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഹലോ, പോരെ? മതി, ആവശ്യമുള്ളത് എടുത്താൽ മതി. അത്യാവശ്യം നമ്മുടെ സിലബസിൽ നേച്ചർ ആൻഡ് ഡെഫിനിഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതാണ് മോട്ടിവേഷൻ. ഇനി നെക്സ്റ്റ് മോട്ടിവേഷണൽ സൈക്കിൾ. മോട്ടിവേഷണൽ സൈക്കിൾ പേജ് നമ്പർ 423 423 പേജിലാണ്. അപ്പൊ ഇത് മോട്ടിവേഷണൽ സൈക്കിള് എക്സാമിന് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. മോട്ടിവേഷണൽ സൈക്കിൾ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഡ്രൈവ് തിയറി എന്താണ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഡ്രൈവ് തിയറിയും മോട്ടിവേഷണൽ സൈക്കിളും ഏകദേശം ഒരേ കാര്യമാണ്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒന്നാണ് മോട്ടിവേഷണൽ സൈക്കിൾ. അത് മാക്സിമം എക്സാംസിനെല്ലാം ചോദിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് മോട്ടിവേഷണൽ സൈക്കിൾ എന്താന്ന് നോക്കാം. പേജ് നമ്പർ 423 423 പേജിലാണ് ഉള്ളത്. While describing the nature of motivation and defining the process, it has clearly been stated that motivation is a general term which refers to state within the organism and which arouses a particular behavior in the organism. എന്ന് പറഞ്ഞാൽ ഇത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ തന്നെയാണ്. നമ്മുടെ ആന്തരികമായ നമ്മുടെ ഉള്ളിലുള്ള ഒരു അവസ്ഥയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ മുന്നോട്ട് ഏത് പ്രവൃത്തി ചെയ്യാനും നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രചോദനമായി നിൽക്കുന്നതാണ് മോട്ടിവേഷൻ. അപ്പോ മോട്ടിവേഷൻ സൈക്കിൾ എന്ന് പറയുന്നത് നമുക്ക് കാണാം, ഈ പിക്ചറിൽ കാണുന്ന പോലെ സർക്കുലാർ ടൈപ്പ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതേ സ്ഥലത്ത് തന്നെ എൻഡ് ചെയ്യുന്നു. അതാണ് ഒരു സർക്കിൾ എന്നുള്ള ഒരു ഇത് വരുന്നത്. അപ്പൊ നമുക്ക് അതൊരു ഫസ്റ്റ് വൺ ഈസ് ഡ്രൈവിംഗ് സ്റ്റേറ്റ് ആണ്. സെറ്റ് ഇൻ മോഷൻ ബൈ ബോഡിലി നീഡ്സ് ഓർ എൻവയോൺമെന്റൽ സ്റ്റിമുലി. ഡ്രൈവിംഗ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാല് ഒരു നീഡ്, നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ഒരാവശ്യം, അത് നമുക്ക്
ആ ഒരു ആവശ്യമാണ് നമുക്ക് ആദ്യം ഉണ്ടാവുന്നത്. എന്നിട്ട് ആ ആവശ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടാണ് നമ്മൾ ആ ലക്ഷ്യത്തിൽ എത്തുന്നത്. അപ്പൊ മോട്ടിവേഷണൽ സൈക്കിളിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡ്രൈവിംഗ് സ്റ്റേറ്റ് ആണ്. പിന്നെ സെക്കൻഡ് വൺ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് നെക്സ്റ്റ് വൺ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ. ആ ഒരു ബിഹേവിയർ നമുക്ക് ആ ഗോള് നേടാൻ, ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു ബിഹേവിയർ നമ്മൾ കാണിക്കും. പിന്നെ മൂന്നാമത്തേതാണ് ഗോൾ. അപ്പോ ഫസ്റ്റ് നമ്മൾ ഡ്രൈവിംഗ് സ്റ്റേറ്റ് ആണ് മോട്ടിവേഷണൽ സൈക്കിളിൽ. ദെൻ സെക്കൻഡ് വൺ ഈസ് ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ. ദ തേർഡ് വൺ ഈസ് ദ ഗോൾ. ദെൻ ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ സീ ദ റിലീഫ്. ദാറ്റ് മീൻസ് നമ്മൾ അവിടെ ഗോള്, നമ്മളെ ലക്ഷ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മള് റിലീഫായി നമുക്ക്. പിന്നെ ചില ലക്ഷ്യങ്ങള് നമുക്ക് പിന്നെയും ഇതേ കാര്യം തന്നെ പിന്നെയും നമുക്ക് വേണ്ടി വരും. അപ്പൊ എന്ത് ചെയ്യും? അഗെയിൻ ദിസ് നീഡ് ആക്ടിവേറ്റഡ്. ആദ്യം ആക്ടിവേറ്റ് ആവും. ദ സെയിം പ്രോസസ് ഈസ് റിപ്പീറ്റിംഗ്. അപ്പൊ ദ ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് ഇവർ പറയുന്ന ഒരു മോട്ടിവേഷണൽ സൈക്കിളിൽ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് പേജ് നമ്പർ 424 തേഴ്സ്റ്റ് ആണ്. തേഴ്സ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഒരു ടേബിളില് തേഴ്സ്റ്റിനെ കുറിച്ച്, സ്റ്റേജസ് ഓഫ് മോട്ടിവേഷണൽ സൈക്കിൾ, പേജ് നമ്പർ 424 തേഴ്സ്റ്റ്. അപ്പൊ അതെങ്ങനെയാണ് മോട്ടിവേഷണൽ സൈക്കിളും തേഴ്സ്റ്റുമായി ബന്ധിപ്പിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോ ഫസ്റ്റ് അവ്യക്തമായിട്ടാണ് കേൾക്കുന്നത്. അത് സജിമോൻ സാറ് ഓൺ ചെയ്തിട്ടാണുള്ളത്, അതാണ്. ഓക്കെ. അപ്പോ മോട്ടിവേഷണൽ സൈക്കിളിന് ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയുന്ന ഒന്ന് തേഴ്സ്റ്റ് ആണ്. അത് നമുക്ക് വേഗം മനസ്സിലാവും. തേഴ്സ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ ദാഹിക്കുക, വെള്ളം കുടിക്കാൻ തോന്നുക, അതാണ് ഫസ്റ്റ് നമ്മുടെ ഡ്രൈവിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ദാഹം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഡ്രൈവിംഗ് സ്റ്റേറ്റ്. അപ്പൊ നമ്മൾ ദാഹം ഉണ്ടാവുമ്പോൾ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോറേറ്ററി ബിഹേവിയർ ടു ഫൈൻഡ് ഔട്ട് വാട്ടർ. ദാറ്റ് ഈസ് ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ. അപ്പൊ ദാഹം ഉണ്ടാവുന്നു എന്നുള്ളത് നമ്മളുടെ ഡ്രൈവിംഗ് സ്റ്റേറ്റ് ആണ്. അപ്പൊ ദാഹത്തെ തൃപ്തിപ്പെടുത്തുക അല്ലെങ്കിൽ ദാഹം ശമിപ്പിക്കുക എന്നുള്ള ഒരു ഗോളിന് വേണ്ടി നമ്മൾ ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ ആയ വെള്ളം അന്വേഷിക്കും. അതാണ് അതിന്റെ മീനിങ്. അപ്പൊ ദാഹം ഉണ്ടാവുന്നു, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ ആ വെള്ളം എവിടെ എന്നുള്ളത് കണ്ടെത്തുക. അപ്പൊ അത് ആണ് നമ്മുടെ ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ. അതിനുശേഷം നമ്മൾ വെള്ളം കാണുന്നു, വെള്ളം എടുക്കുന്നു, കുടിക്കുന്നു. അപ്പൊ അത് നമ്മുടെ ഗോളായി. ഇതാണ് മോട്ടിവേഷണൽ സൈക്കിളിന്റെ ഏറ്റവും സിമ്പിൾ ആയ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ നമുക്ക് ദാഹം ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ ഡ്രൈവിംഗ് സ്റ്റേറ്റ്. അപ്പോ അതിനുശേഷം നമ്മൾ ആ വെള്ളം, ദാഹം ശമിപ്പിക്കാൻ വേണ്ടി വെള്ളം എവിടെയാണെന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളത് ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ. ദെൻ ആ വെള്ളം കണ്ടെത്തി അത് കുടിക്കുമ്പോൾ നമ്മുടെ ദാഹം ശമിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഗോളായി. അതിനുശേഷം നമുക്കൊരു റിലീഫാണ്. അപ്പൊ അവിടെ അത് കട്ടായി ടെർമിനേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ആ ഒരു മോട്ടിവേഷൻ ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നു. പക്ഷെ അതേസമയം അത് പെർമനന്റലി അല്ല, ടെമ്പററിലി ആണ് ടെർമിനേറ്റ് ആകപ്പെടുന്നത്. കാരണം നമുക്ക് ഇതേ അവസ്ഥ പിന്നെയും വരും, വെള്ളം ഇനിയും കുടിക്കണം. അപ്പോ നമുക്ക് അഗൈൻ ദ സെയിം ദാഹം എന്നുള്ള ആ ഒരു ഡ്രൈവിംഗ് സ്റ്റേജ് ഉണ്ടാവും. പിന്നെ ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ ആയി നമ്മൾ പിന്നെയും വെള്ളം അന്വേഷിക്കും. അതേസമയം എന്നിട്ട് ആ വെള്ളം കുടിച്ച് നമ്മുടെ ദാഹം ശമിപ്പിക്കും. അപ്പൊ മോട്ടിവേഷണൽ സൈക്കിളിന് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പറയുന്ന ഒരു എക്സാമ്പിൾ നമ്മുടെ ബുക്കിൽ ഇതാണ്. നമുക്ക് കാണാൻ പറ്റും. ആദ്യം നമ്മുടെ സ്റ്റിമുലേറ്റിംഗ് കണ്ടീഷൻ വിത്തിൻ ദ ഓർഗാനിസം, ദ ഡ്രൈവിംഗ് ഫോഴ്സ് ഈസ് thirst or need for water, which is a drive. Then next one is operant or instrumental behavior directed towards the goal, that is exploratory behavior to find out water. Then the third one is attainment of the goal. നമുക്ക് ഗോളിലേക്കുള്ള ഗോൾ ആയിക്കഴിഞ്ഞു. That is drinking of water and satisfying the motive. Then next one, last one is termination of motivational cycle. That means end of the cycle till the need for water reappears. അപ്പൊ again നമുക്ക്
ദാഹം വരുന്നത് വരെ അത് ടെർമിനേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതാണ് മോട്ടിവേഷണൽ സൈക്കിളിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ. അപ്പോൾ മോട്ടിവേഷണൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് സ്റ്റേറ്റ് ആണ് ഫസ്റ്റ്, സെക്കൻഡ് വൺ ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ, ദെൻ ഗോൾ, ദെൻ റിലീഫ്. അപ്പോ ഇതിലിപ്പോ പറയുന്ന വെച്ചാല് ഇതൊരു സാധാരണ എക്സാമ്പിൾ ആണ്. അതല്ലാതെ നമുക്ക് ചിലരൊക്കെ ആഗ്രഹിക്കുന്നതാണ് സെലിബ്രിറ്റി ആവാൻ, അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻ ആവാൻ. അങ്ങനെയുള്ള വലിയ വലിയ ഗോൾസ് നമ്മുടെ മുന്നിൽ ഉണ്ടാകുമ്പോൾ നമ്മളുടെ ആ ഒരു ഡ്രൈവിംഗ് ഫോഴ്സും പിന്നെ ഗോൾ ഓറിയന്റഡ് ബിഹേവിയറും ഒക്കെ വലിയതായിരിക്കും. അതിന് ഒരുപാട് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ, എന്നിട്ടാണ് നമ്മൾ ഗോളിലേക്ക് എത്തുന്നത്. അപ്പൊ ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ചെറിയ സിമ്പിൾ എക്സാമ്പിൾ ആണെങ്കിലും കോംപ്ലക്സ് ആയ ഒരു എക്സാമ്പിൾ ആണെങ്കിലും കൂടി നമുക്കെല്ലാം തിയറി എന്താണ്? ഈ മോട്ടിവേഷണൽ സൈക്കിൾ തിയറിയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഡ്രൈവിംഗ് സ്റ്റേറ്റ്, ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ, ദെൻ ഗോൾ, അവസാനം റിലീഫാണ്. അത് നെക്സ്റ്റ് എഗെയിൻ നമുക്കത് ആ നീഡ് പിന്നെയും വരുന്നുണ്ടെങ്കിൽ എഗെയിൻ ദ സെയിം തിങ് വിൽ ബി ആക്ടിവേറ്റഡ്. അപ്പൊ അതൊരു പൊളിറ്റീഷ്യൻ ആവോ, അല്ലെങ്കിൽ സെലിബ്രിറ്റി ആവോ, ഒരു ക്രിക്കറ്റർ ആവോ, സയന്റിസ്റ്റ് ആവോ, അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് അതിനുവേണ്ടി ഒരുപാട് ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ നമ്മൾ ഒരുപാട് കണ്ടെത്തേണ്ടി വരും. അപ്പോ ഇതാണ് മോട്ടിവേഷണൽ സൈക്കിളിന്റെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ. പിന്നെ അതിൽ തന്നെ പറയുന്ന ഇതുണ്ട്, മോട്ടിവേറ്റിംഗ് സ്റ്റേറ്റ് വിത്തിൻ ദ ഇൻഡിവിജ്വൽ, ദെൻ arousal and directedness of behavior or instrumental behavior. അത് ഫസ്റ്റ് വണ്ണും സെക്കൻഡ് വണ്ണും. പിന്നെ അവസാനമാണ് അറ്റൈൻമെന്റ് ഓഫ് ദ ഗോൾ. അപ്പോ ഇത് മനസ്സിലായില്ലേ? മോട്ടിവേഷണൽ സൈക്കിൾ മനസ്സിലായെങ്കിൽ പറഞ്ഞാലേ എന്തെങ്കിലും മനസ്സിലായി ഷൈനി ചേച്ചി. മനസ്സിലായി. ഓക്കെ. അപ്പോ അതിൽ നമുക്ക് എക്സാമിന് ഇത് ഇമ്പോർട്ടന്റ് ആയ ഒരു ഇതാണ്. അപ്പൊ മോട്ടിവേഷണൽ സൈക്കിൾ നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതണം. മോട്ടിവേഷണൽ സൈക്കിൾ എന്താണെന്ന് ഫിഗർ വരയ്ക്കുക. അതിനുശേഷം ആ ഫിഗറിൽ റെപ്രസെന്റ് ചെയ്ത 1, 2, 3 എന്നുള്ളതിന്റെ ആ പോയിന്റ് ഒന്ന് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പൊ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയ കാര്യം. തേഴ്സ്റ്റ് എന്നുള്ള എക്സാമ്പിൾ എടുക്കുക, എന്നിട്ട് അതിന് നമുക്ക് ഡ്രൈവിംഗ് സ്റ്റേറ്റ് കൊടുക്കാം, ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ കൊടുക്കാം, ഗോൾ കൊടുക്കാം. അങ്ങനെ ഓരോ പോയിന്റ് ആയിട്ട് ചെറിയ എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു മോട്ടിവേഷണൽ സൈക്കിൾ കംപ്ലീറ്റ് ആവും. മോട്ടിവേഷണൽ സൈക്കിൾ നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ ഈ സർക്കിൾ വരക്കണം. സർക്കിൾ വരച്ചത് ഓരോന്നും പോയിന്റ് ഔട്ട് ചെയ്യണം, എന്നാല് കംപ്ലീറ്റ് മാർക്കും കിട്ടും. ഓക്കെ. അപ്പോൾ മോട്ടിവേഷണൽ സൈക്കിൾ ആയി. അപ്പൊ നമ്മുടെ സിലബസിൽ വരുന്ന നമ്മൾ മോട്ടിവേഷണൽ നേച്ചർ ആൻഡ് ഡെഫിനിഷൻ ഡിസ്കസ് ചെയ്തു, മോട്ടിവേഷണൽ സൈക്കിൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ഈസ് കൈൻഡ് ഓഫ് മോട്ടീവ്സ് ആണ്. കൈൻഡ് ഓഫ് മോട്ടീവ്സ് പേജ് നമ്പർ 429, 429 ഉള്ളത്. കൈൻഡ് ഓഫ് മോട്ടീവ്സ് 429 കൈൻഡ് ഓഫ് മോട്ടീവ്സ് എന്ന് പറയുന്നത്. അപ്പോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോട്ടീവ്സ് ആർ ദർ. ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് മോട്ടീവ്സ് ഉണ്ട്. നമുക്ക് മോട്ടിവേഷൻ തരുന്ന ആ ഒരു കാര്യത്തിനാണ് മോട്ടീവ്സ് എന്ന് പറയുന്നത്, ആ ഡ്രൈവിംഗ് ഫോഴ്സ്. അപ്പൊ ഒരുപാട് ടൈപ്സ് ഓഫ് മോട്ടീവ്സ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രധാനമായിട്ടും അതിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. There are 2 types, or the motives can be classified as 2. One is physiological drives and the second one is acquired motives. അപ്പൊ നമുക്ക് അതിന്റെ വേർഡ്, ഫ്രം ദ വേർഡ് ഇറ്റ്സെൽഫ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഫിസിയോളജിക്കൽ ഡ്രൈവ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബയോളജിക്കലി റിലേറ്റഡ് ആയിരിക്കും. അതേസമയം അക്വയേർഡ് മോട്ടീവ്സ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ടതാണ്. എൻവയോൺമെന്റിൽ നിന്ന് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്ന് നമ്മളെ ചുറ്റുപാടിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് അക്വയേർഡ് മോട്ടീവ്സ്. അതേസമയം ഫിസിയോളജിക്കൽ ഡ്രൈവ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബയോളജിക്കലി നമുക്ക് കിട്ടുന്നതാണ്. ദാറ്റ് മീൻസ് വാട്ടർ, ഫുഡ്, ഓക്സിജൻ, സ്ലീപ്പ്, വാംത്ത് ഓർ കൂൾനെസ്. Then listen, physiological drives are biological in nature as they usually result from basic tissue needs such as water, food, oxygen, sleep, warmth or coolness. അപ്പൊ ഇങ്ങനെയുള്ള ബയോളജിക്കലി ആയ കാര്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് ഗോളാകുന്ന അവസ്ഥയ്ക്ക് വേണ്ടിയുള്ള ഒരു മോട്ടീവാണ് ഫിസിയോളജിക്കൽ ഡ്രൈവ്. നമുക്ക് ബയോളജിക്കലി വിശപ്പ്, ദാഹം എന്നൊക്കെ പറയുന്ന കാര്യങ്ങള് നമുക്ക് ആണ് നമ്മുടെ ഗോൾ എങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള മോട്ടീവ്സ് ആണ് ഫിസിയോളജിക്കൽ മോട്ടീവ്സ്. ഓക്കെ, മനസ്സിലായ? കൈൻഡ് ഓഫ് മോട്ടീവ്സ്
നമ്മള് ഫിസിയോളജി, നമുക്ക് വിശപ്പും ദാഹമൊക്കെയാണ് നമ്മുടെ ഗോളെങ്കിൽ അത് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഫിസിയോളജിക്കൽ ഡ്രൈവ്. കേൾക്കുന്നില്ലേ? ആ, ഓക്കെ. ദെൻ ഇവിടെയുള്ള ടേബിൾ അക്വയർഡ് മോട്ടീവ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എൻവയോൺമെന്റിൽ നിന്നൊക്കെ കിട്ടുന്ന, സൊസൈറ്റിയിൽ നിന്ന് അങ്ങനെയൊക്കെ കിട്ടുന്നതാണ് അക്വയർഡ് മോട്ടീവ്സ്. അക്വയർഡ് മോട്ടീവ്സ് റിസൾട്ട് ഫ്രം നീഡ്സ് ഫോർ സോഷ്യൽ അപ്രൂവൽ, സെക്യൂരിറ്റി, സെൽഫ് എസ്റ്റീം, നോളജ് എക്സെട്ര. അപ്പോ അക്വയർഡ് മോട്ടീവ്സ് ഉണ്ടാവുന്ന ഗോൾസ് എന്ന് പറയുന്നത് നമുക്ക് സോഷ്യൽ അപ്രൂവൽ, നമുക്ക് ഏതെങ്കിലും അപ്രൂവൽ കിട്ടുക, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മോട്ടിവേഷന് വേണ്ടിയുള്ള മോട്ടീവാണ് എന്ത്? അക്വയർഡ് മോട്ടീവ്സ്. ദെൻ സെക്യൂരിറ്റി, സെൽഫ് എസ്റ്റീം, നോളജ് എക്സെട്ര, ഇതെല്ലാമാണ് നമ്മളെ അക്വയർഡ് മോട്ടീവ്സിന്റെ ഗോൾ ആയിട്ട് പറയുന്നത്. ഇനി ഇതിൽ തന്നെ കൈൻഡ് ഓഫ് മോട്ടീവ്സില് നമുക്ക് നമ്മുടെ സിലബസിൽ തന്നിരിക്കുന്നത് 2 മോട്ടീവിനെ കുറിച്ചാണ്, ഹങ്കർ മോട്ടീവ് ആൻഡ് സെക്ഷുവൽ മോട്ടീവ്. ബാക്കിയൊന്നും നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു 2 മാത്രം നമുക്ക് ഫിസിയോളജിക്കൽ മോട്ടീവ്സ് ഓർ ബയോളജിക്കൽ ഓർ പ്രൈമറി മോട്ടീവ്സിൽ വരുന്നതാണ് ഹങ്കർ മോട്ടീവ്. നിങ്ങൾക്ക് യു ക്യാൻ സീ ദാറ്റ് ഇൻ ദ ടേബിൾ, യു ക്യാൻ സീ ദ ഫിസിയോളജിക്കൽ മോട്ടീവ്സ് ഓർ ബയോളജിക്കൽ ഓർ പ്രൈമറി മോട്ടീവ്സ്. They are hunger motive, thirst motive, sex motive, maternal drive, excretion motive, other physiological motives. അപ്പൊ ഈ ടേബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഫിസിയോളജിക്കൽ മോട്ടീവ് ഓർ ബയോളജിക്കൽ ഓർ പ്രൈമറി മോട്ടീവ് എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ഹങ്കർ മോട്ടീവ്, ഫ്രം ദ വേർഡ് ഇറ്റ് സെൽഫ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹങ്കർ മീൻസ് നമുക്ക് വിശപ്പ് ഉണ്ടാവുക എന്നുള്ള ആ വിശപ്പ് എന്നുള്ള ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് വരുമ്പോഴാണ് നമ്മൾ വിശപ്പ് ശമിപ്പിക്കാൻ, നമ്മൾ നേരത്തെ തേഴ്സ്റ്റിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ. പിന്നെ അതിൽ വരുന്ന അടുത്ത മോട്ടീവ് സെക്സ് മോട്ടീവാണ്. അപ്പൊ ഈ 2 മോട്ടീവാണ് നമുക്ക് സിലബസിൽ തന്നിരിക്കുന്നത്. അപ്പൊ അത് മാത്രമായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ നമുക്ക് റിവൈസ് ചെയ്യാം. നേച്ചർ ആൻഡ് ഡെഫിനിഷൻ പറഞ്ഞു, അതിനുശേഷം മോട്ടിവേഷണൽ സൈക്കിൾ പറഞ്ഞു, ദെൻ നെക്സ്റ്റ് വി റീച്ച്ഡ് കൈൻഡ് ഓഫ് മോട്ടീവ്സ്. അപ്പൊ അതില് കൈൻഡ് ഓഫ് മോട്ടീവ്സിൽ 2 ടൈപ്സ് ഓഫ് മോട്ടീവ്സ് ആർ ദർ, ഫിസിയോളജിക്കൽ ഡ്രൈവ്സ് ആൻഡ് അക്വയർഡ് മോട്ടീവ്സ്. അതിൽ ഫിസിയോളജിക്കൽ മോട്ടീവ്സിലാണ് നമ്മളെ ഹങ്കർ മോട്ടീവും സെക്സ് മോട്ടീവും ഒക്കെ വരുന്നത്. അത് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇനിയിപ്പോ ഹങ്കർ മോട്ടീവ്, അത് പേജ് നമ്പർ 430, 430, പേജ് നമ്പർ 430 ഹങ്കർ മോട്ടീവ്. എല്ലാരും എടുത്തു? പേജ് നമ്പർ 430. ആരുല്ലേ? ഉണ്ട്. എനിക്ക് തോന്നുന്നു എന്റെ സൗണ്ട് ലേറ്റ് ആയിട്ട് എത്തുന്ന തോന്നുന്നല്ലേ? ശരി, ഓക്കെ. അപ്പൊ മനസ്സിലായോ പറഞ്ഞത്? ഇതുവരെ പറഞ്ഞതെല്ലാം മനസ്സിലായിനാ? എന്നിട്ട് അടുത്തേക്ക് പോയാ മതിയാ? മനസ്സിലായി. പറഞ്ഞോ, പറഞ്ഞാലും പറഞ്ഞു, നല്ലതാ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നേച്ചർ ആൻഡ് ഡെഫിനിഷൻ ആദ്യം പറഞ്ഞു. അത് നമ്മള് അതിന്റെ കുറച്ച് ഡെഫിനിഷൻ പറഞ്ഞു. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഇസ് an internal state of organism which starts with a physiological or psychological feeling of wantedness that activates behavior which is directed towards attainment of a goal. അപ്പൊ നമുക്ക് ഒരു ശാരീരികമോ മാനസികമായ ചില ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രചോദിപ്പിക്കപ്പെടുന്നത്. അപ്പൊ അതാണ് ശരിക്കും മോട്ടിവേഷൻ എന്നുള്ളതിന്റെ ഒരു മീനിങ്. അപ്പൊ കുറെ അതിന്റെ നേച്ചർ നമ്മൾ പറഞ്ഞു. ആദ്യം പറഞ്ഞ എന്താ, ഒരു പോസിറ്റീവ് ഫോഴ്സ് ആണ്. 2 ടൈപ്പ് ഉണ്ടാവുക ഫോഴ്സ്, നെഗറ്റീവ്, പോസിറ്റീവ്.
അപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ അപ്രോച്ച് ടൈപ്പ്, അതർവൈസ് നെഗറ്റീവ് ആണെങ്കിൽ അവോയ്ഡന്റ് ടൈപ്പ്. പിന്നെ നമ്മളെ പാർട്ടിക്ക് പോകുന്ന ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞത്. പിന്നെ നമുക്ക് ഫ്രണ്ട്സിന്റെ കൂടെ താല്പര്യമുള്ളവരുടെ കൂടെയാണെങ്കിൽ നമുക്ക് ആ ഏത് ഫംഗ്ഷനിലേക്ക് പോകാനൊരു താല്പര്യം ഉണ്ടാവും. അതർവൈസ് നമ്മളെ അവിടെ എന്തെങ്കിലും ടീസ് ചെയ്യുന്നു ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ പാർട്ടിയിലേക്ക് പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അത് നെഗറ്റീവ് ഓർ അവോയ്ഡന്റ് ടൈപ്പായി. പിന്നെ വരുന്നത് നമ്മൾ ഡിറൈവ്സ് ഫ്രം എ ലാറ്റിൻ വേർഡ് മൂവർ, ദാറ്റ് ഈസ് മൂവ്സ് ഓർ അറൗസസ്. Then one more definition, a set of one or more conditions which activate behavior, directs the behavior towards some goal and maintain behavior until the goal is reached. ഒരു ലക്ഷ്യത്തിലെത്താൻ നമ്മൾ മുന്നോട്ട് നയിക്കുന്ന ചില പെരുമാറ്റ ഘടകങ്ങളെയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ലക്ഷ്യം നിറവേറ്റുന്നത് വരെ ആ സ്വഭാവം നമ്മളിൽ തന്നെ നിലനിൽക്കുകയും ഉണ്ടാവും. അപ്പൊ അതാണ് നേച്ചർ ആൻഡ് ഡെഫിനിഷൻ. പിന്നെ നമ്മൾ മോട്ടിവേഷണൽ സൈക്കിളിലേക്ക് പോയി. Cycle, it's a circular figure. Just explained that the first one is driving state, then goal oriented behavior, then goal, പിന്നെ ഒരു റിലീഫ്. ആ റിലീഫ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പൊ ഡ്രൈവിംഗ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യം, നീഡ്, അതാണ് നമ്മുടെ ഡ്രൈവിംഗ് സ്റ്റേറ്റ്. ഒരു എക്സാമ്പിൾ പറഞ്ഞത് തേഴ്സ്റ്റ് ആണ്. നമുക്ക് ദാഹം തോന്നിക്കഴിഞ്ഞു, അതാണ് നമ്മുടെ ദാഹം ശമിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ നീഡ്. അപ്പൊ അതിലേക്കുള്ള അതാണ് ഡ്രൈവിംഗ് സ്റ്റേറ്റ്, ആ ദാഹം ശമിപ്പിക്കാനുള്ള ഒരു ഇത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഗോൾ ഓറിയന്റഡ് ബിഹേവിയർ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വെള്ളം എവിടെയാണുള്ളതെന്ന് അന്വേഷിക്കും. ആ വെള്ളം കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ഗോള് സാറ്റിസ്ഫൈഡ് ആയി, ലക്ഷ്യം നിറവേറ്റി. പിന്നെ അതൊരു ടെർമിനേഷൻ പീരീഡ് ആണ്. ടെർമിനേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഡീആക്ടിവേറ്റ് ആയി നിൽക്കും. പക്ഷേങ്കിൽ ആവശ്യമെന്ന് കണ്ടാൽ അഗെയിൻ ഇറ്റ് വിൽ ബി ആക്റ്റീവ്. അപ്പോ അതാണ് അതിന്റെ എക്സ്പ്ലനേഷൻ. പിന്നെ മോട്ടിവേഷൻ സ്റ്റേറ്റ് അതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് പിന്നെയും പറഞ്ഞത്. അതിനുശേഷം നമ്മൾ കൈൻഡ് ഓഫ് മോട്ടീവ്സിലേക്ക് വന്നു. കൈൻഡ് ഓഫ് മോട്ടീവ്സ് ഫിസിയോളജിക്കൽ മോട്ടീവ്സും ഉണ്ട്, പിന്നെ അക്വയർഡ് മോട്ടീവ്സും ഉണ്ട്. ഫിസിയോളജിക്കൽ ഡ്രൈവ്സ് അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ മോട്ടീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരവുമായി ഫിസിക്കുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അക്വയർഡ് മോട്ടീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിലുള്ള ചില നീഡ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ മോട്ടീവ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ തന്നെ ഫിസിയോളജിക്കൽ മോട്ടീവില് രണ്ടെണ്ണാണ് നമ്മുടെ സിലബസിലുള്ളത്, ഹങ്കർ ആൻഡ് സെക്ഷൽ മോട്ടീവ്. അപ്പൊ ഫസ്റ്റ് വൺ ഹങ്കർ മോട്ടീവ്, പേജ് നമ്പർ 430. അതില് കുറെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. ഹങ്കർ ഈസ് എ പവർഫുൾ motivator. When someone is deprived of food for a certain length of time, the need for food dominates everything else. നമുക്കൊക്കെ സാധാരണ ഉള്ളതാണ്, വിശപ്പാണ് മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം നമുക്കറിയാം. അപ്പൊ ആ വിശപ്പ് എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ വിശപ്പ് ഇല്ലായ്മ ചെയ്യാന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഹങ്കർ ഈസ് എ പവർഫുൾ മോട്ടിവേറ്റർ അങ്ങനെയാണ് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോട്ടീവ് എന്ന് പറയുന്നത് നമ്മളെ ഹങ്കർ, വിശപ്പ് തന്നെയാണ്. When someone is deprived of food for a certain length of time, the need for food dominates everything else. It motivates us to obtain and consume food if someone goes without food for considerably longer duration. അപ്പൊ നമുക്ക് തേഴ്സ്റ്റിന്റെ എക്സാമ്പിളുമായിട്ട് തന്നെ ബന്ധിപ്പിക്കാൻ പറ്റും. വിശക്കുന്നു, അപ്പൊ വിശപ്പ് വന്നു, അതാണ് നമ്മളുടെ ഡ്രൈവിംഗ് ഫോഴ്സ്. അപ്പൊ ആ വിശപ്പ് ശമിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഭക്ഷണം ഉള്ളിടത്തേക്ക് പോകും, ഓട്ടോമാറ്റിക്കലി നമ്മൾ അങ്ങോട്ടേ പോവാം. ബാക്കി എന്ത് കാര്യം നമ്മുടെ മുന്നിൽ ഉണ്ടായാലും വിശപ്പ് എന്നുള്ളത് നമുക്ക് ഏറ്റവും മേജർ, ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി നമുക്ക് എപ്പോഴും ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഏതൊരു ജീവിയുടെയും, മനുഷ്യന്റെ മാത്രമല്ല ഏതൊരു ജീവിയുടെയും ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ വിശപ്പ് തന്നെയാണ്, നമ്മളെ വയറിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോ വിശക്കുന്ന അതുകൊണ്ടായിരിക്കാം ഹങ്കർ ഈസ് എ പവർഫുൾ മോട്ടിവേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടിയാണല്ലോ നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ പറയാറുണ്ട് വിശപ്പ്, വയറ് നിറക്കാൻ വേണ്ടിയിട്ട്. അപ്പോ അതാണ് ഏറ്റവും പവർഫുൾ ആയ മോട്ടിവേറ്റർ. അപ്പൊ നമുക്ക് അത് തേഴ്സ്റ്റുമായി ബന്ധപ്പെടുത്തി നമുക്കറിയാം മോട്ടിവേഷണൽ സൈക്കിളിൽ നമ്മുടെ നീഡ് എന്ന് പറയുന്നത്, ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഹങ്കർ ആണ്. ദെൻ ഡ്രൈവ് ഡയറക്റ്റഡ് ടു ദ ഗോൾ, ദാറ്റ് ഈസ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്, വി ആർ ഗോയിങ് ടു ചെക്ക് വെർ ഈസ് ഫുഡ്. ഫുഡ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും. അതിനുശേഷം ഫുഡ് കിട്ടി നമ്മുടെ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് സ്റ്റോപ്പ്. പിന്നെ നമുക്ക് ഇങ്ങനെ വിശന്നു എന്ന് തോന്നുകയേ ഇല്ല. അപ്പൊ അതുവരെ അല്ലാത്തൊരാളായിട്ട് നമ്മൾ മാറും. വിശപ്പ് ശമിച്ചു കഴിഞ്ഞാൽ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി നമ്മൾ ചേഞ്ച് ആവും, വേറൊരാളായി മാറും. പക്ഷെ പിന്നെയും അതൊരു ടെർമിനേഷൻ പീരീഡ് മാത്രമാണ്. പിന്നെയും ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമുക്ക് പിന്നെയും വിശപ്പ് വരും. അപ്പോൾ ആ വിശപ്പ് വരുമ്പോൾ അഗെയിൻ നമ്മൾ ദ സെയിം പ്രോസസ് വിൽ ബി റിപ്പീറ്റിംഗ്.
അത് അഗെയിൻ പിന്നെയും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഹങ്കർ ഈസ് എ പവർഫുൾ മോട്ടിവേറ്റർ ആൻഡ് അത് നമുക്ക് പറയാം, ഒരിക്കലും അത് ആ ഒരു മോട്ടിവേഷൻ നമ്മളിൽ നിന്ന് ഒരിക്കലും നശിച്ചു പോകുന്നില്ല എന്നുള്ളതാണ്. ഏതൊരവസ്ഥയിലും നമുക്ക് വിശപ്പില്ലായ്മയും നമ്മൾ വളരെയധികം പേടിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ അതുകൊണ്ട് തന്നെ വിശപ്പായിരിക്കണം. ഹങ്കർ ഈസ് എ പവർഫുൾ മോട്ടിവേറ്റർ. Then this is the genesis of hunger motive. What is this? It motivates us to obtain and consume food. If someone goes without food for considerably long duration, the body uses up the materials in growth, repair of tissues and storage of reserve supplies. അത് കുറച്ച് ബയോളജിക്കലായ കാര്യങ്ങളാണ് പറയുന്നത്. ഫുഡ് എത്തിയില്ലെങ്കിൽ നമ്മളുടെ ബോഡി കാര്യങ്ങളൊന്നും നടക്കൂല എന്നുള്ള കാര്യമാണ് പറയുന്നത്. Then this happens due to metabolism of food. Metabolism നമ്മൾ എനിക്കൊന്ന് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് ബയോളജിയിൽ. മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ ഉപാപചയ പ്രവർത്തനങ്ങൾ എന്നാണ് പറയാ. ഉപാപചയ പ്രവർത്തനങ്ങൾ എല്ലാം ഉപചയവും അപചയവും രണ്ടും നടക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ശരീരം അതിൻ്റെതായ ഒരു ഹോമിയോസ്റ്റാസിസ് എന്നോ അങ്ങനെ ഒരു വേർഡ് ഉണ്ടെന്ന് തോന്നുന്നു, അത് എവിടെയോ വരുന്നുണ്ട്. ഹോമിയോസ്റ്റാസിസ് അതെന്ന് പറഞ്ഞാൽ നമ്മുടെ സന്തുലിതാവസ്ഥ, നമ്മുടെ ബോഡിയുടെ സന്തുലിതാവസ്ഥ നിലനിൽക്കണമെങ്കിൽ നമുക്ക് ഉപാപചയ പ്രവർത്തനങ്ങൾ കറക്റ്റായി നടക്കണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഭക്ഷണം. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ദിസ് ഹാപ്പൻസ് ഡ്യൂ ടു മെറ്റബോളിസം ഓഫ് ഫുഡ് വിച്ച് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ഇൻ ലിവിംഗ് ബീങ്സ് ആൻഡ് ടിഷ്യൂ നീഡ് ഫോർ ഫുഡ് ഈസ് ക്രിയേറ്റഡ്. ദിസ് ഈസ് ദ ജെനിസിസ് ഓഫ് ഹങ്കർ മോട്ടീവ്. ജെനിസിസ് എന്ന് പറയുന്ന ഉൽപ്പത്തി എന്നാണ് പറയുക. അപ്പോ ഹങ്കർ മോട്ടീവിന്റെ ഉൽപ്പത്തി എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ തന്നെയാണ്. ആ ബയോളജിക്കൽ, നമ്മള് ജനിക്കുന്ന ഒരു കുട്ടി മുതൽ ആദ്യം തന്നെ വിശന്നിട്ടാണ് കുട്ടി കരയുക. അപ്പാണ് നമ്മള് അമ്മമാര് പാല് കൊടുക്കുക എന്നുള്ളതൊക്കെ പറയുന്നത്. അപ്പാണ് വിശപ്പാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോട്ടീവ്, ഹങ്കർ മോട്ടീവ്. അത് ശമിച്ചാൽ നമുക്ക് പരമാവധി പ്രശ്നങ്ങളെല്ലാം ഒഴിവാവും. ഓക്കെ. പിന്നെ ഇതിൽ കുറെ കാര്യങ്ങൾ ഹങ്കർ മോട്ടീവ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. വിശപ്പ് എങ്ങനെ ഉണ്ടാവുന്നു എന്നും അതിന്റെ ഡിഫറെന്റ് വിശപ്പ് എന്നുള്ള ആ മോട്ടീവിനെ പലതരത്തില്, കാരണം ആദ്യമൊക്കെയുള്ള പിന്നെ ചില സയന്റിസ്റ്റുകളുടെ എക്സ്പ്ലനേഷൻ അത് ഓരോ പാരഗ്രാഫിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവരുടെ എക്സ്പ്ലനേഷനും ഇപ്പൊ അത് എവിടെ എത്തി നിൽക്കുന്നു, നമ്മുടെ വിശപ്പ് മോട്ടീവ്, ഹങ്കർ മോട്ടീവ് എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളത് ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതും ഈ ഒരു പേജ് നമ്പർ 430 431 ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇതിൽ തന്നെ പറയുന്നത്, when tissue need for food arises, chemical changes in bloodstream take place and communicated to coordinating center in the brain, which instigates a wide variety of hunger behaviors. From introspection, we fed a mass of sensations coming from stomach region as a contractions. അപ്പൊ നമ്മള് ഈ വിശപ്പ് എന്ന് പറയുന്ന നമ്മള് നമ്മൾ പറയാം വയറ്റിന്ന് സൗണ്ട് കേൾക്കുക, അല്ലെങ്കിൽ വയറിങ്ങനെ കോൺട്രാക്ട് ചെയ്യുക, ചുരുങ്ങുക, അങ്ങനെയൊക്കെയുള്ള ഒരു ചില അവസ്ഥകൾ ശരീരം തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തി തരും. അപ്പോഴാണ് നമുക്ക് വിശപ്പ് ഉണ്ടാവുന്നത് എന്ന് നമ്മളെ ബ്രെയിൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ആ ബ്രെയിനും വയറും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അങ്ങനെയാണ്. അപ്പൊ വിശക്കുന്ന വയറിന് സൗണ്ട് കേൾക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും നമ്മളുടെ ഇതിൽ വരുന്നത് എന്താ, വിശപ്പ് അങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നു. വയറിന് എന്തോ ഒരു സംതിങ്, ഒരു വ്യത്യാസം അനുഭവപ്പെടുന്നു. അപ്പൊ അങ്ങനെ ഒരു തിയറി പറയുന്നുണ്ട്. അത് പറഞ്ഞിരിക്കുന്നത് however, some physiologists have found contrary evidence. Davis et al. Have found that feeling of stomach contractions are not regularly associated with hunger. അപ്പൊ അതിൽ ആദ്യത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാ പറഞ്ഞത്, വയറിന്റെ കോൺട്രാക്ഷൻ ഒക്കെ വരുന്നത് വിശപ്പ് കൊണ്ടാണ്. അപ്പൊ ഡേവിസ് എറ്റ് ഓൾ എന്ന് പറയുന്ന ഒരു ഫിസിയോളജിസ്റ്റ് എന്നാണ് ഇതിൽ പറയുന്നത്. അദ്ദേഹം പറയുന്നത് വയറിന്റെ എല്ലാ സമയം ഉണ്ടാകുന്ന കോൺട്രാക്ഷൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സൗണ്ടുകളോ വിശപ്പുമായി ബന്ധപ്പെട്ടതല്ല. കംപ്ലീറ്റ്ലി അത് വിശപ്പുമായി ബന്ധപ്പെട്ടതല്ല. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ശരിയാണെന്ന്. കാരണം എപ്പോഴും വയറിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വയറിലുണ്ടാകുന്ന എന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ വിശപ്പുമായി ബന്ധപ്പെട്ടതല്ല, വേറെ പല അസുഖങ്ങളൊക്കെ കാരണം കൊണ്ടായിരിക്കാം. അപ്പോ ആ ഒരു തിയറി അല്ലെങ്കിൽ ആ ഒരു അസംഷൻ തെറ്റാണെന്നുള്ള രീതിയിലാണ് നെക്സ്റ്റ് വരുന്നത്. അപ്പോ some researchers, next paragraph you can see that some researchers point out the changes in blood chemistry as the source of hunger. A low level of concentration of glucose in the blood, a low level of protein and the amount of fats stored in the body has more prominently been observed in hunger. ഇപ്പൊ 1915 1929 ഒക്കെ വന്നിരിക്കുന്ന ചില ആർട്ടിക്കിൾസ് ഇതിലാണ് ഇതൊക്കെ പറയുന്നത്. ഗ്ലൂക്കോസിന്റെ ലെവൽ താഴുമ്പോ അല്ലെങ്കിൽ അങ്ങനെയാണ് നമുക്ക് വിശപ്പ് അനുഭവപ്പെടുന്നത് എന്നൊക്കെ ഉള്ളത് പറയുന്നുണ്ട്.
പിന്നെ നെക്സ്റ്റ് ഒരു തിയറി പോലെ പറയുന്നത് ദ ലിവർ ഈസ് ഓൾസോ ഫൗണ്ട് ടു റെസ്പോണ്ട് ടു ദ ലാക്ക് ഓഫ് ബോഡി ഫ്യൂവൽ ബൈ സെൻഡിങ് നെർവ് ഇമ്പൾസസ് ടു ദ ബ്രെയിൻ. അപ്പൊ ബോഡി ഫ്യൂവൽ എന്ന് പറയുമ്പം ശരി അത് ഭക്ഷണമാണ്. ഭക്ഷണം ശരിക്കും നമ്മുടെ എത്തിയിട്ടില്ലെങ്കിൽ ലിവർ എന്ത് ചെയ്യും? റെസ്പോണ്ട് ടു ലാക്ക് ഓഫ് ദ ബോഡി ഫ്യൂവൽ ബൈ സെൻഡിങ് നെർവ് ഇമ്പൾസസ് ടു ദ ബ്രെയിൻ. അപ്പൊ ലിവറിന് പ്രശ്നം വരുമ്പോൾ ലിവർ എന്ത് ചെയ്യും? ആ ഒരു ഇമ്പൾസസ് ബ്രെയിനിലേക്ക് കൊടുക്കും. എന്നിട്ട് ബ്രെയിനിനോട് പറയും ദാ നിങ്ങൾക്ക് വിശക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കണം. അപ്പൊ അങ്ങനെയും പറയുന്നു. അങ്ങനെ കുറെ കാരണങ്ങൾ ഇവരിങ്ങനെ പറയുന്നുണ്ട്. ദെൻ അറ്റ് ലാസ്റ്റ് അപ്പോ then the aroma, taste or even appearance of food may also result in desire to eat. പിന്നെ നമുക്ക് ഏതെങ്കിലും നല്ല ഭക്ഷണം വിശന്നിരിക്കുന്ന സമയത്ത് ഭക്ഷണത്തിന്റെ മണം, നല്ല ഫുഡിന്റെ മണമൊക്കെ വരുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നും. അപ്പൊ അരോമ എന്ന് പറഞ്ഞാൽ നല്ല നല്ല സുഗന്ധം എന്ന് പറയും അരോമ. പിന്നെ എന്താണ് ബ്രെയിൻ അരോമ, ടേസ്റ്റ് ഓർ ഈവൻ അപ്പിയറൻസ് ഓഫ് ഫുഡ്. അല്ലെങ്കിൽ വിശന്നിരിക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഫുഡ് ഐറ്റം നമ്മുടെ മുന്നിൽ വന്നാൽ നമുക്കത് കഴിക്കണം തോന്നും. അതേസമയം വയറ് നിറഞ്ഞിരിക്കുന്ന സമയമാണെങ്കിൽ ഈ മണവും അല്ലെങ്കിൽ ഈ ഫുഡ് ഐറ്റവും നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമേ ആയിരിക്കില്ല. പിന്നെ പറയുന്നത് ഡിസൈറ്റ് ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് നൺ ഓഫ് ദീസ് അലോൺ ഗീവ്സ് എ ഫീലിംഗ് ദാറ്റ് വൺ ഈസ് ഹംഗ്രി, റാദർ ഓൾ ദോസ് ഇൻ കോമ്പിനേഷൻ ആക്ട് വിത്ത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് സച്ച് ആസ് ടേസ്റ്റ്, കളർ, അരോമ, ഒബ്സർവിംഗ് അതേഴ്സ്, ഈറ്റിംഗ് എക്സെട്ര. അപ്പോ ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാല് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് ഇപ്പൊ ഇങ്ങനെയൊക്കെ കണ്ടാലും അത് നമ്മളെ വിശപ്പുമായിട്ട് 100% റിലേറ്റഡ് അല്ല എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് എന്ന് പറഞ്ഞാല് one of the important relevant questions regarding hunger relates to the localization of sensory experience of hunger in the nervous system. പിന്നെ വരുന്നത് പ്യുവർ സയന്റിഫിക് ഓർ പ്യുവർ ബയോളജിക്കലി ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തത്തിലേക്കാണ്. എന്ന് പറഞ്ഞാല് in this context the path breaking experiment of the has been reported by Hetherington and Ranson. നിങ്ങൾക്ക് കാണാൻ പറ്റും ആ 430 പേജിൽ ലാസ്റ്റ് Hetherington and Ranson in 1940. The experiment suggests that a section of the hypothalamus appears to be involved in satiety system and hence is closely tied with hunger drive. അപ്പോ ഹൈപ്പോതലാമസ്, നമ്മുടെ തലച്ചോറിലുള്ള ഹൈപ്പോതലാമസ് എന്ന ഭാഗം ആണ് നമ്മുടെ വിശപ്പിനെ അല്ലെങ്കിൽ നിയന്ത്രണം, അങ്ങനെ ആണെന്ന് തോന്നുന്നത് ഹൈപ്പോതലാമസ്. അപ്പൊ വിശപ്പിനെയൊക്കെ നിയന്ത്രിക്കുന്ന, വിശപ്പിനെ അറിയിക്കുന്ന ഭാഗമാണ് ഹൈപ്പോതലാമസ് എന്ന് ഹെതറിംഗ്ടണും റാൻസണും കൂടെ പറഞ്ഞു ആ ഒരു എക്സ്പെരിമെന്റിൽ കൂടെ. അപ്പോ ഈ ഒരു കാര്യമാണെന്ന് തോന്നുന്നു ഇപ്പോഴും ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ അതാണെന്ന് തോന്നുന്നു അതിന്റെ ശാസ്ത്രീയമായൊരിത്. ഹൈപ്പോതലാമസ് ഒരു കൺട്രോളിലാണ് നമ്മളുടെ വിശപ്പ്, ദാഹം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോകുന്നത് എന്നാണ് ഏറ്റവും അങ്ങനെ ആയിരിക്കും തോന്നുന്നു. അത് ബയോളജി ഉള്ളവർക്ക് കൂടുതൽ പറയാൻ പറ്റും. ബയോളജി ടീച്ചേഴ്സിനോ ബയോളജിയില് എന്തെങ്കിലും ചെയ്യുന്നവർക്കൊക്കെ അത് കൂടുതൽ പറയാൻ പറ്റും. അപ്പൊ ഹൈപ്പോതലാമസ് ആണ് നമ്മളുടെ വിശപ്പിന്റെയും ദാഹത്തിന്റെയും ഒക്കെ ഒരു കോസ്, കാരണം ആയിട്ടുള്ളത് എന്നാണ് ലേറ്റസ്റ്റ് ഏറ്റവും കൂടുതൽ ഇപ്പോഴുള്ള തിയറി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് വായിച്ചിട്ട്. ഇനി നെക്സ്റ്റ് കുറെ ഇതിൽ പിന്നെയും പറയുന്നുണ്ട്. 431 ഒരു പാരഗ്രാഫില് the fact is that hunger is not entirely controlled internally. Some external stimulus and personal factors play an important role. Sight and smell of fascinating food is an external stimulus factor which may entice a person to eat even though he has taken enough of food just a moment before. അപ്പൊ ഹങ്കറിനെ ഹങ്കർ എന്ന് പറഞ്ഞാല് ഈസ് നോട്ട് എൻറ്റയർലി കൺട്രോൾഡ് ഇന്റേണലി. ചിലവർക്ക് നമ്മൾ ഈ നല്ല കൊതിയുണ്ട് എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടായിരിക്കും. നമ്മളിപ്പോ ചിലവർക്ക് എത്രയായാലും അവരവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കണ്ടാൽ ചിലപ്പോ കൺട്രോൾ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് അപ്പൊ നമുക്ക് ഇന്റേണൽ ഫോഴ്സും നമ്മളെ കൺട്രോൾ ചെയ്യുന്നില്ല, എക്സ്റ്റേണലും നമ്മളെ കൺട്രോള് ചെയ്യുന്നു വിശപ്പിന്റെ ഹങ്കർ മോട്ടീവിന്റെ കാര്യത്തിൽ എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാല് നല്ലോണം ഭക്ഷണം കഴിച്ചപ്പോ എനിക്ക് മതിയായി, ഞാനിനി കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു പോകുന്ന ഒരാള്, അപ്പൊ അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് അഗെയിൻ നമ്മുടെ മുന്നിൽ കാണുമ്പോൾ ഒന്നുകൂടെ എടുത്തേക്കാം, അല്ലെങ്കിൽ 1-2 കൂടെ കഴിച്ചേക്കാം എന്ന് തോന്നുന്നത് ആ ഹങ്കർ മോട്ടീവ് ഇന്റേണലി മാത്രമല്ല എക്സ്റ്റേണലിയും കൂടെ നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമാണെന്നാണ് ഇതില് പറയുന്നത്. ഓക്കെ. Then specific food need കുറെ ഇതിലുണ്ട്. It is also observed that deprivation of a specific food substance leads to an increased preference for that substance. അങ്ങനെയുണ്ട്. നമുക്ക് ഫുഡ് ഐറ്റംസ്
കുറവാണ് എന്ന് കാണുമ്പോൾ നമുക്കത് എങ്ങനെയെങ്കിലും കൂടുതൽ കഴിക്കാനുള്ള ഒരു ടെൻഡൻസി അതൊക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, വെൻ ഡോക്ടർ അഡ്വൈസസ് എ ഡയബറ്റിക് പേഷ്യന്റ് നോട്ട് ടു ടേക്ക് സ്വീറ്റ്സ്, after a few days or months they make a run to eat sweets. Such increase in food preference is termed as specific hunger. അപ്പൊ അങ്ങനെയുണ്ട്. അപ്പൊ ഈ ഹങ്കർ മോട്ടീവ് എന്ന് പറയുന്നത് പല പല തരത്തിലാണ് പറയുന്നത്. നമുക്കിപ്പോ ഇവിടെ ഈ ലാസ്റ്റ് പറഞ്ഞ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഡോക്ടർ സ്വീറ്റ്സ് കഴിച്ചുകൂടാന്ന് പറഞ്ഞാലും കഴിച്ചുകൂടാന്ന് പറയുമ്പോഴാണ് നമുക്ക് കൂടുതൽ അത് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി വരുന്നത്. അപ്പൊ അതിനെ പറയുന്നതാണ് ആ ടേം, അതിനെ പറയുന്നതാണ് സ്പെസിഫിക് ഹങ്കർ എന്ന്. സ്പെസിഫിക് ഹങ്കർ. Then in eating behaviors, aversions also, then okay. Thus we find that though hunger is a physiological drive, internally controlled and regulated, much of our eating behavior bears the stamp of learning and culture. അപ്പൊ ലാസ്റ്റ് സെന്റൻസ് അതില് we find that though hunger is a physiological drive, internally controlled and regulated, much of our eating behavior bears the stamp of learning and culture. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മളുടെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എപ്പോഴും നമ്മൾ ഹങ്കറിനെ പിടിച്ച് കൺട്രോൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്റേണലി കൺട്രോൾഡ് ആണെന്ന് പറഞ്ഞാലും ഇന്റേണലി കൺട്രോൾഡ് ആൻഡ് റെഗുലേറ്റഡ് ആണ് ഓൾസോ ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ അവർ എക്സ്റ്റേണൽ ഫോഴ്സസ്. നമ്മള് പഠിക്കുക അല്ലെങ്കിൽ നമ്മുടെ കൾച്ചർ അതിനൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ വിശപ്പുണ്ടെങ്കിൽ കൂടിയും അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ കഴിക്കണം എന്ന് തോന്നിയാലും നമ്മളൊരു കൂട്ടത്തിലാകുമ്പോൾ നമ്മൾ ഒരുപാട് കഴിക്കൂല. അപ്പൊ അത് നമുക്കറിയാം. നമ്മൾ ഏതെങ്കിലും വീട്ടിലൊക്കെ പോയാല് അപ്പൊ അവര് ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമാണെങ്കിൽ കൂടി നമ്മളത് കഴിക്കൂല. അപ്പൊ ഹങ്കർ മോട്ടീവിന് നമ്മളത് ശരിക്കും ഇന്റേണലി കൺട്രോൾ ചെയ്യുക. എക്സ്റ്റേണൽ കൺട്രോൾ അവിടെ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നമുക്കത് മറ്റുള്ളവരുടെ മുമ്പിൽ കഴിച്ചാൽ നമുക്കൊരു മോശമാണല്ലോ എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് ഹങ്കർ മോട്ടീവിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ ആണോ? ഹങ്കർ മോട്ടീവ് എല്ലാവർക്കും മനസ്സിലായിനാ പറഞ്ഞത്? ഓക്കെ. ഇനിയിപ്പോ നെക്സ്റ്റ് ഇതിൽ പറയാനുള്ള ആ മോട്ടീവ്സ്, കൈൻഡ് ഓഫ് മോട്ടീവ്സില് സെക്സ് മോട്ടീവ് ആണ്. നമ്മുടെ ഫിസിയോളജിക്കൽ മോട്ടീവില്, കൈൻഡ് ഓഫ് മോട്ടീവ്സിൽ ഫിസിയോളജിക്കൽ ഡ്രൈവില് നമ്മുടെ സിലബസിലുള്ളത് വൺ ഹങ്കർ മോട്ടീവ്, ദെൻ സെക്സ് മോട്ടീവ്. അപ്പൊ എനിക്ക് തോന്നുന്നു അതും കൂടെ പറഞ്ഞിട്ട് ഇന്ന് നിർത്താന്ന്. ബാക്കി പിന്നെ ഇതില് തേസ്റ്റ് മോട്ടീവ് കൂടി കാണുന്നുണ്ടല്ലോ, അത് നേരത്തെ പറഞ്ഞതാണോ? അല്ല, അതന്നെ തേഴ്സ്റ്റ് മോട്ടീവ് നേരത്തെ പറഞ്ഞത് തന്നെ. പക്ഷെങ്കിൽ അത് നമ്മളെ സിലബസിലില്ല. നമുക്ക് സിലബസിൽ ആകെ 2 തന്നിട്ടുള്ളൂ, ഹങ്കർ മോട്ടീവും സെക്ഷുവൽ മോട്ടീവും. അപ്പോ അതുകൊണ്ടാണ് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. മോട്ടിവേഷണൽ സൈക്കിളില് മോട്ടിവേഷണൽ സൈക്കിളില് ആ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കിത് മൂന്നും പറ്റും. ഹങ്കർ മോട്ടീവായി, തേഴ്സ്റ്റ് മോട്ടീവായി. നെക്സ്റ്റ് ഫിസിയോളജിക്കൽ മോട്ടീവ് ഓർ ബയോളജിക്കൽ മോട്ടീവ് ഈസ് സെക്സ് മോട്ടീവ്. സെക്സ് മോട്ടീവ് പേജ് നമ്പർ 432. അപ്പോ സെക്സ് മോട്ടീവ് ഈസ് ഓൾസോ എ ബയോളജിക്കൽ മോട്ടീവ്. വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ, പേജ് നമ്പർ 432 നമുക്ക് കാണാൻ പറ്റും. വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ഡ്രൈവ്സ് ബോത്ത് ഇൻ ആനിമൽസ് ആൻഡ് ഹ്യൂമൻ ബീയിങ്സ് ഈസ് ദ സെക്സ് ഡ്രൈവ്. It is a strong biological drive in the sense that it is inborn, unlearned, characteristic of all species, and that it culminates in a physiological event, that is orgasm. That word is also given there. എന്ന് പറഞ്ഞാല് ഈ സെക്സ് മോട്ടീവ് എല്ലാ ജീവജാലങ്ങളിലും ഉള്ളതാണ്. അത് തന്നെ ഇൻബോൺ ആണ്, അൺലേൺഡ് ആണ്. അത് ആരും ഒന്നും പഠിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ നമുക്കതൊരു ഒരിക്കലും അതൊരു ക്ലാസ് എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ദെൻ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഓൾ സ്പീഷീസ്, എല്ലാ വംശത്തിലും ഉള്ളതാണ് സെക്സ് മോട്ടീവ്. ആൻഡ് ഇറ്റ് കൾമിനേറ്റ്സ് ഇൻ എ ഫിസിയോളജിക്കൽ ഇവന്റ്. ആ മോട്ടീവ് ശരിക്കും കംപ്ലീറ്റ് അല്ലെങ്കിൽ ആ ഗോൾ ആവുന്നത് ദാറ്റ് വൺ ഫിസിയോളജിക്കൽ ഇവന്റ് ഇറ്റ് ഈസ് സെഡ് ടു ബി ആസ് ഓർഗാസം. അതൊരു വേർഡാണ്, സെക്സുമായി റിലേറ്റഡ് ആയ ഒരു വേർഡാണ് ദാറ്റ് വേർഡ്. അപ്പൊ അവിടെയാണ് അത് എൻഡ് ചെയ്യുന്നത്. സെക്സ് മോട്ടീവ് എൻഡഡ്. സോ നീഡ് ഉണ്ടാവുന്നു. പിന്നെ അത് നമ്മളത് സെക്സ് തൃപ്തിപ്പെടുത്താനുള്ള എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് അതാണ് ഡയറക്റ്റഡ് ബിഹേവിയർ, അതിലേക്ക് പോകുന്നു. അതിനുശേഷം ഗോൾ എന്ന് പറയുന്നത് ദാറ്റ് ഫിസിയോളജിക്കൽ ഇവന്റ് ദാറ്റ് നെയിംഡ് ആസ് ഓർഗാസം. ഓക്കെ. Then moreover it is also a strong determinant of behavior.
അതൊരു ബിഹേവിയറിന്റെ ഒരു സ്ട്രോങ് ഡിറ്റർമിനന്റ് കൂടിയാണ്. നമ്മുടെ സ്വഭാവത്തിനെ ഡിറ്റർമിനന്റ് ആവുക എന്ന് പറഞ്ഞാല് അതിനെ മനസ്സിലാക്കുന്ന ഒരു സ്ട്രോങ് determinant of behavior കൂടിയാണ് സെക്സ് മോട്ടീവ്. But this motive sharply differs from other physiological motives, hunger and thirst, in many respects. പക്ഷെങ്കിൽ ഇത് നമ്മള് പറഞ്ഞ ഫിസിയോളജിക്കൽ മോട്ടീവ്സ് ആയ ഹങ്കറിന്റെയും തേഴ്സ്റ്റിൽ നിന്നും ഒരുപാട് വ്യത്യാസമാണ് സെക്സ് മോട്ടീവ്. അപ്പൊ അതിലുള്ള വ്യത്യാസങ്ങൾ കുറച്ച് പറയുന്നുണ്ട് ഇതില്. Hunger and thirst are vital for survival of the organism, whereas sex is not so. എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശപ്പ് ദാഹം എന്ന് പറയുന്ന മോട്ടീവ് എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് വേണ്ടി അത്യാവശ്യമാണ്. വിശപ്പും ദാഹവും ശമിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ തീർച്ചയായും ആ ജീവജാലങ്ങളെല്ലാം ഏതാണെങ്കിലും അതിപ്പോ നമുക്ക് ജീവനുള്ള നമ്മൾ സസ്യങ്ങളും ജീവനുള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പൊ സസ്യങ്ങൾ ജീവനുള്ളത് പറയുന്നതല്ല, സസ്യങ്ങൾക്കും ജീവനുണ്ട്. അപ്പൊ അവർക്കും ഒരേപോലെയാണ് ഈ ഹങ്കറും തേഴ്സ്റ്റും. അവർക്ക് ഇത് രണ്ടും ശമിച്ചില്ലെങ്കിൽ അവര് നശിച്ചു പോകും. അതേപോലെ തന്നെയാണ് ബാക്കി എല്ലാ ജീവനുള്ള എല്ലാ വസ്തുക്കളും. പക്ഷെങ്കിൽ സെക്സ് മോട്ടീവ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് സോ. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ സർവൈവൽ ഓഫ് ദ സ്പീഷീസ്. സ്പീഷീസിന്റെ സർവൈവൽ എന്ന് പറഞ്ഞാൽ വംശം നിലനിർത്താനാണ് സെക്സ് മോട്ടീവ്, അല്ലാതെ ജീവൻ നിലനിർത്താനല്ല. ജീവൻ നിലനിർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മോട്ടീവ് എന്ന് പറയുന്നത് ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് ആണ്. അത് സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്, ജീവജാലങ്ങൾക്ക് മുഴുവൻ. സെക്സ് മോട്ടീവ് എന്ന് പറഞ്ഞാൽ വംശം നിലനിർത്താനാണ്. അപ്പൊ അത് എപ്പോഴും അത് സംഭവിക്കണമെന്ന് ഇല്ല. അതുകൊണ്ടായിരിക്കാം പലതരത്തിലും വംശനാശങ്ങൾ ഒക്കെ വന്നു പോകുന്നത്. പല ജീവജാലങ്ങൾക്കും വംശനാശം വരുന്നത് കൊണ്ടായിരിക്കാം, ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് അവളുടെ സ്ത്രീയോ പുരുഷനോ ആയ നമ്പർ ഓഫ് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും അവർക്കൊക്കെ വംശനാശം വരുന്നത്. അപ്പൊ വംശം നിലനിർത്തുക എന്നുള്ളതാണ് സെക്സ് മോട്ടീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ജീവൻ നിലനിർത്തുക എന്നുള്ളത് അല്ല. ഓക്കെ, അതാണ് ആദ്യത്തെ കാര്യം. ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് ആർ വൈറ്റൽ ഫോർ സർവൈവൽ ഓഫ് ദ ഓർഗാനിസം, whereas sex is not so. It is essential for the survival of the species. Okay. Second one is the motivated behavior in hunger and thirst serves to reduce tissue need, but there is no such deficit in sex. വിശപ്പിനും ദാഹത്തിനുള്ള പ്രചോദിത സ്വഭാവം ഉള്ളത് ഓക്കെ. വിശപ്പിനും ദാഹത്തിനും എന്താ പറയുന്നത്? മോട്ടിവേറ്റഡ് ബിഹേവിയർ ഇൻ ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് സെർവ് ടു റെഡ്യൂസ് ടിഷ്യൂ നീഡ്. നമ്മുടെ ശരീരത്തിന്റെ ഒരാവശ്യം അല്ലെങ്കിൽ നമ്മുടെ ശരീര കലകൾ, ടിഷ്യൂ എന്ന് പറഞ്ഞ കലകളാണ്. അപ്പൊ ഓരോ കോശത്തിനും ആവശ്യമായ പോഷകങ്ങളോ അതൊക്കെ കിട്ടുക എന്നുള്ളതാണ് വിശപ്പും ദാഹവും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേങ്കിൽ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് എന്ത്? സെക്സ് മോട്ടീവ്. ഇത് രണ്ടും വിശപ്പും ദാഹവും നമ്മുടെ ശരീര കലകൾക്ക് പ്രധാനമാണെങ്കിൽ സെക്സ് മോട്ടീവ് അങ്ങനെ ഒരു പ്രാധാന്യം അർഹിക്കുന്നതേ ഇല്ല. ഓക്കെ, then third one, the motive behavior in hunger and thirst restores the used up body energy, while sexual behavior uses up the body energy itself. It does not restore or build up energy. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് നമ്മുടെ ശരീരത്തിന് എനർജി ഉണ്ടാക്കാനാണ് സഹായിക്കുന്നത്. എന്ന് പറഞ്ഞാല് ഭക്ഷണം കഴിച്ചാൽ അല്ലെങ്കിൽ വെള്ളം കുടിച്ചാൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് എനർജി ഉണ്ടാവുള്ളൂ, നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റൂ. പക്ഷെങ്കിൽ അതേസമയം സെക്സ് മോട്ടീവ് എന്ന് പറയുന്നത് ഒരിക്കലും എനർജി ക്രിയേറ്റ് ചെയ്യുന്നില്ല. അതേസമയം നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള എനർജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സെക്സ് മോട്ടീവ് അറ്റൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു മോട്ടിവേഷൻ സൈക്കിള് കംപ്ലീറ്റ് ആക്കുന്നത്. അപ്പൊ ഫുഡ് ആൻഡ് വാട്ടർ എന്നുള്ളത് നമ്മുടെ ശരീരത്തിന് എനർജി നൽകാൻ വേണ്ടിയിട്ടുള്ള മോട്ടീവാണ്. അതേസമയം സെക്സ് മോട്ടീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് എനർജി നൽകുന്നില്ല, അതേസമയം നമ്മുടെ ശരീരത്തിലുള്ള എനർജി ഉപയോഗിച്ചിട്ടാണ് ആ ഗോൾ അറ്റൈൻ ചെയ്യുന്നത്. Then fourth one, unlike hunger and thirst, there is no evidence to show physiological process of building up which reduce sexual activity. അപ്പോ ഹങ്കർ ആൻഡ് തേഴ്സ്റ്റിന് നമുക്ക് ശരിക്കും എവിഡൻസ് ഉണ്ടാവും. അങ്ങനെയാണ് ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ്. അത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വിശക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മുഖത്തുനിന്ന് വായിക്കാനാവും വിശപ്പായിരുന്നു. അതുകൊണ്ടായിരുന്നു നമുക്ക് അറിയാലോ കുട്ടികളുടെ കാര്യം, അല്ലെങ്കിൽ നമ്മൾ തന്നെ ക്ലാസ്സിലിരിക്കുമ്പോൾ 11:30 ആകുമ്പോൾ തന്നെ നമുക്ക് 11:30 ആവണ്ട 11:15 ആകുമ്പോൾ തന്നെ നമ്മൾ ക്ലോക്കിലേക്ക് അറിയാൻ നോക്കും. ആ ഒരു ടൈമായി, പലർക്കും വിശപ്പായി ദാഹമായി. അപ്പൊ തന്നെ സിസ്റ്റർ നമ്മളോട് പറയലുണ്ട്, എന്നാ പിന്നെ പോയി
പോയി ചായ കുടിച്ചോ എന്ന് പറയാറുണ്ട് സിസ്റ്റർ. അപ്പോ അത് നമ്മളുടെ മുഖത്തു നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ അതൊക്കെ എവിഡൻസ് ഉള്ളതാണ്, തേഴ്സ്റ്റ് ആൻഡ് ഹങ്കർ മോട്ടീവ്സ്. ബട്ട് ദ സെക്സ് മോട്ടീവ് ഹാസ് നോ എവിഡൻസ്. നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ഒരാളുടെ മുഖത്ത് നോക്കിയാൽ അയാള് സെക്സ് മോട്ടീവ് ആയിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഒരു മോട്ടിവേഷൻ അയാളിൽ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരിക്കലും പറ്റില്ല. അപ്പൊ അതാണ് സെക്സ് മോട്ടീവും ദെൻ ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് മോട്ടീവും തമ്മിലുള്ള വ്യത്യാസം. സോ 4 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇവിടെ പറയുന്നത്. ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ്, അത് ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് ആർ വൈറ്റൽ ഫോർ സർവൈവൽ ഓഫ് ദ ഓർഗാനിസം. ജീവജാലങ്ങളുടെ നിലനിൽപ്പാണ് ഹങ്കറും തേഴ്സ്റ്റും. അതേസമയം വംശം നിലനിർത്തുക എന്നുള്ളതാണ് സെക്സ് മോട്ടീവ്. പിന്നെ സെക്കൻഡ് വൺ ഈസ് നമ്മളുടെ ശരീര കലകള്, behavior and thirst serves to reduce tissue need, but there is no such deficit in sex. Then the motivated behavior of ഓക്കെ, അപ്പൊ ശരീരകലകളുടെ ഒക്കെ നിർമ്മാണത്തിനാണ് ഫുഡൊക്കെ ഉപയോഗിക്കുന്നത്, പക്ഷെ അങ്ങനെ ഒരു ഉപയോഗം സെക്സിനെ കൊണ്ടില്ല. ദെൻ നെക്സ്റ്റ്, ദ മോട്ടിവേറ്റഡ് ബിഹേവിയർ ഇൻ ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് റീസ്റ്റോർസ് ദ യൂസ്ഡ് അപ്പ് ബോഡി എനർജി. അപ്പോ നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്ന എനർജി നമ്മളെ ബോഡി ബിൽഡ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അതേസമയം സെക്സ് മോട്ടീവ് എന്ന് പറയുമ്പോൾ അതിൽ എനർജി നമ്മൾ യൂസ് ചെയ്യുന്നില്ല, അതേസമയം ഉള്ള എനർജി ഉണ്ടാക്കുന്നില്ല, അതേസമയം ഉള്ള എനർജി നമ്മൾ ഉപയോഗിക്കുകയാണ്. Then unlike hunger and thirst, there is no evidence to show physiological process of building up which reduces sexual activity. സെക്ഷൽ ആക്ടിവിറ്റിക്ക് അത് ഒരു പ്രത്യേകമായ തെളിവൊന്നുമില്ല. പക്ഷെങ്കിൽ ഹങ്കറിനും തേഴ്സ്റ്റിക്കും ശരീരം നമുക്ക് എപ്പോഴും തെളിവ് കാണിച്ച് തരും. ഓക്കെ, ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സെക്ഷൽ ബിഹേവിയർ ഈസ് ഇൻ ഫാക്ട് എ കോമ്പിനേഷൻ ഓഫ് ഇന്റേണൽ ഫാക്ടേഴ്സ്, hormones and brain mechanisms, and external factors, learning and environmental stimuli. അപ്പൊ സെക്ഷൽ ബിഹേവിയർ എന്ന് പറയുന്നത് അതിന്റെ അവസാനം ആ പേജ് നമ്പർ 432 ഏറ്റവും അവസാനം നിങ്ങൾക്ക് കാണാൻ പറ്റും. സെക്ഷൽ ബിഹേവിയർ ഈസ് ഇൻ ഫാക്ട് എ കോമ്പിനേഷൻ ഓഫ് ഇന്റേണൽ ഫാക്ടേഴ്സ്, hormones and brain mechanism, and external factors, learning and environmental stimuli. അപ്പോൾ നമ്മുടെ ശാരീരികമായ മാറ്റങ്ങൾ പ്ലസ് നമ്മുടെ സൊസൈറ്റി, വിത്ത് റിലേറ്റഡ് ടു സൊസൈറ്റി ആണ് സെക്ഷൽ മോട്ടീവ് ശരിക്കും ഉണ്ടാവുന്നത്. അപ്പോ സൊസൈറ്റിയിൽ നമ്മളെ ശരീര മാറ്റങ്ങളോ അല്ലെങ്കിൽ എന്തുണ്ടായാലും നമ്മളെ സൊസൈറ്റിയുടെ ഒരു മീൻസിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ ഈ സെക്സ് മോട്ടീവ് ഒരിക്കലും ആക്റ്റീവ് ആവില്ല. പിന്നെ പറയുന്ന കുറച്ച് ബയോളജിക്കലി ആയ കാര്യങ്ങളാണ്. ഹോർമോൺസ് ഉണ്ടാവുന്നത് ഫീമെയിൽസിൽ പ്യൂബർട്ടി, ഫീമെയിൽസ് മെയിൽസ് പ്യൂബർട്ടി ഉണ്ടാവുന്നത് ഹോർമോൺസ്, സെക്സ് ഹോർമോൺസ്. ദെൻ പേജ് നമ്പർ 433 433 പേജിൽ നമുക്ക് കാണാൻ പറ്റും. ഗെറ്റ് സ്റ്റിമുലേഷൻ ഫ്രം പിറ്റ്യൂട്ടറി ഹോർമോൺസ്. ഇൻ മെയിൽസ് ടെസ്റ്റീസ് ഗെറ്റ് സ്റ്റിമുലേഷൻ പിറ്റ്യൂട്ടറി ഹോർമോൺ ടു മാനുഫാക്ചർ ദ ആൻഡ് സെക്സ് ഹോർമോൺ ടെസ്റ്റോസ്റ്റെറോൺ. ഇതിലുള്ള സെക്സ് ഹോർമോൺ എന്ന് പറയുന്നത് ടെസ്റ്റോസ്റ്റെറോൺ ആണ്. അതേസമയം ഫീമെയിൽസിൽ ഓവറീസ് പ്രൊഡ്യൂസേഴ്സ് ദ സെക്രീറ്റ് സെക്സ് ഹോർമോൺ ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. അതിന്റെ സയന്റിഫിക് ആയ കാര്യങ്ങളാണ് പിന്നെ പറയുന്നത്, ബയോളജിക്കലി ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. ടെസ്റ്റീസ് stimulation from pituitary hormones to manufacture the and secrete sex hormone testosterone. Then അതേസമയം ലേഡീസിൽ അല്ലെങ്കിൽ ഗേൾസിൽ ഓവറീസ് ആണ് ടു മാനുഫാക്ചർ ആൻഡ് സെക്രീറ്റ് സെക്സ് ഹോർമോൺ ആസ് ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. ഇതൊക്കെ നമുക്ക് ഫെമിലിയർ ആയ വേർഡ്സ് ആണ് ഇതൊക്കെ. When these sex glands mature at puberty, there is marked increase in these hormones. This increase in sex hormones brings certain characteristic changes in adolescence. ഇതൊക്കെ നമ്മൾ പൊതുവെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത് പറയുന്നത്. അഡോളസെന്റ് സ്റ്റേജിൽ കൗമാരപ്രായത്തിലാണ് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുക. ഹോർമോൺസ് കൂടുതൽ ഉത്പാദിപ്പിക്കും. അപ്പൊ അതിനുള്ള ബയോളജിക്കലി നമ്മൾ ഫിസിക്കലി ഉള്ള ചേഞ്ചസ് നമുക്ക് ഗേൾസിലും ബോയ്സിലും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതൊരു 10 വയസ്സ് മുതൽ ഒരു 18 വയസ്സ് വരെ വളരെ ആണ് ശരിക്കും ഇപ്പൊ എന്ന് പറയുന്ന കൗമാരം എന്ന് പറയുന്നത്. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ടീനേജ് എന്ന് പറഞ്ഞാൽ 13 ഇയേഴ്സ് 13 വയസ്സ് തൊട്ട് 19 വയസ്സ് വരെയാണ് കൗമാരപ്രായം എന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പൊ നമുക്കതൊരു 10 വയസ്സ് തൊട്ട് ഒരു 16 വയസ്സ് 17 വയസ്സൊക്കെ ആകുമ്പോഴേക്കും +2 ഒക്കെ കഴിയുമ്പോഴേക്കും മിക്കവാറും എല്ലാവരും ബോയ്സ് ആൻഡ് ഗേൾസ് ഇന്നത്തെ സ്കൂളിലൊക്കെ കാണാൻ പറ്റുന്നതാണ് നമുക്ക്. ഒരു പ്യൂബർട്ടി മാക്സിമം അവര് വളർന്ന് വലുതായിട്ടുണ്ടാവും, എസ്പെഷ്യലി ഗേൾസ്. അപ്പോ അങ്ങനെയാണ് പറയുന്നത്. in this increase in sex hormones brings certain characteristics changes in adolescence, such as formation of masculine and feminine bodies, development of sex organs, changes in voice, hair distribution, etc. At the same time, interest in opposite sex also develops. If the sex glands do not develop in a normal way or
are removed, the development of typical sex characteristics is impaired. അപ്പോ അവിടെ പറയുന്ന വെച്ചാൽ ഇതൊക്കെ നോർമലി നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ചില സമയത്ത് സെക്സ് ഗ്ലാൻസ് ഇങ്ങനെയുള്ള പ്രൊഡ്യൂസ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ, ഹോർമോൺസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ദ ഡെവലപ്മെന്റ് ഓഫ് ടിപ്പിക്കൽ സെക്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഇസ് ഇംപയർഡ്. ഇങ്ങനെയുള്ള ഒരു സെക്സ് ക്യാരക്ടേഴ്സ് ഒന്നും ചിലവർക്ക് കാണപ്പെടില്ല എന്ന് പറഞ്ഞാൽ ഫിസിയോളജിക്കൽ അപ്പിയറൻസ്, താടി വരിക, മീശ വരിക, അല്ലെങ്കിൽ ഗേൾസിനാണെങ്കിൽ ഫിസിയോളജിക്കൽ ചേഞ്ചസ് അതൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നു. അപ്പൊ ഇതൊക്കെയാണ് അതിൽ പറയുന്നത്. അത്രയെല്ലാം പോരെ ഇന്ന്? ഇനിയും കുറച്ചും കൂടെ എടുക്കാനുണ്ട്, കുറെ ഉണ്ട് ഇനി എടുക്കാൻ. സെക്ഷൽ മോട്ടീവ് വരെ തീർന്നിട്ടുള്ളൂ. പോരെ? നാളെ എടുക്കൂല ഇതിന്റെ ബാക്കി? നാളെ എടുക്കാൻ പറ്റുമോ? നാളെ നോക്കട്ടെ. ഇനിയിപ്പോ അഗ്രസീവ് മോട്ടിവേഷൻ ഉണ്ട്, അച്ചീവ്മെന്റ് മോട്ടിവേഷൻ, ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ, ദെൻ മോട്ടിവേഷൻ തിയറീസ്. മോട്ടിവേഷൻ തിയറീസും ഉണ്ട്, കുറെ തിയറീസ് ഉണ്ട് പറയാൻ. ഇതിപ്പോ കുറച്ചേ ആയിട്ടുള്ളൂ. ഈ മോട്ടിവേഷൻ ഏതോ ഒരു വർഷം 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഈ മോട്ടിവേഷൻ സെക്ഷന് മാത്രം. 2000 ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണക്കൂട്ടി നോക്കിയപ്പോ 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഈ ക്വസ്റ്റ്യൻ ആയിട്ട് ഈ പാടെ കണ്ടിട്ടുണ്ടാവില്ല, ഈ യൂണിറ്റ് കണ്ടിട്ടുണ്ടാവില്ല.